ഹായ് ഹലോ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ കാണുക, ഇഷ്ടപ്പെടുകയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക, കമൻറ്റും കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ പുറത്തിറങ്ങിയതാട്ടോ. എന്താ വെച്ചാൽ ഇന്ന് കച്ചറ എല്ലാം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ദിവസമാണ്. അപ്പോൾ നമ്മളെ ഗേറ്റിൻ്റെ അവിടെ എല്ലാം നമ്മൾ വെച്ച് കൊടുത്താൽ മതി, നമ്മൾ വന്നിട്ട് അതെടുത്ത് പോയിക്കോളൂ കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാൻ കൊടുന്ന് വെച്ച്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ദോശയാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ദോശ നമുക്ക് അരി തലേ ദിവസം തന്നെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതും ഞാൻ സാധാ ദോശയാണ് ഉണ്ടാക്കുന്നത്. അരി അരിച്ചിട്ട് ഉപ്പും കൂടി ചേർത്തിട്ടുള്ള ദോശയാട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കറി ഇന്നലത്തെ കറിയെല്ലാം ഉണ്ട്, ചിക്കൻ കറിയൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ അതും കൂട്ടി കഴിക്കാച്ചിട്ട് ദോശ ഞാൻ ചുട്ടെടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ദോശ ഉണ്ടാക്കി ഭക്ഷണം കഴിച്ചിട്ട് വേണം, കുറച്ച് ക്ലീനിങ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടെന്ന് വിചാരിക്കുന്നത് ഞാൻ ഉച്ചയ്ക്ക് ചോറ് വെക്കുന്നില്ല, ഞാൻ ചപ്പാത്തിയും കറിയും ഉണ്ടാക്കാച്ചിട്ടാട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചത് നമ്മളെ ഉലുവയുടെ ഇലയുണ്ടല്ലോ, അതുകൊണ്ട് കറി വെക്കാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുള്ളത്. പക്ഷെ അത് പോയി വാങ്ങണം കേട്ടോ, നമ്മളവിടെ ഇല്ല, വീട്ടിലില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് എല്ലാം കഴിഞ്ഞ് ചായ എല്ലാം കഴിച്ച് കുറച്ച് ക്ലീനിങ് പരിപാടി ഉണ്ട് കേട്ടോ. ആ ക്ലീനിങ് പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് പുറത്തിറങ്ങിയിട്ട് കടയിൽ പോയിട്ട് വാങ്ങിക്കൊണ്ട് വരാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ചായ എല്ലാം കുടിക്കട്ടെ. അപ്പോൾ ഇന്നലത്തെ നല്ല അടിപൊളി ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ. അതും കൂട്ടിയിട്ടാണ് ഇന്ന് രാവിലത്തെ ചായ കുടിക്കുന്നത്. അപ്പോൾ ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ മുകളിൽ പോയിട്ട് നമ്മൾ റൂമെല്ലാം ഒന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നേരെ വിരിക്കാനുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് വിരിച്ചിടാം. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വിരിച്ചിട്ട് തിരുമ്പേണ്ട തുണിയൊക്കെ ഒന്ന് താഴെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ മുകളിൽ ഉള്ള തുണികളൊക്കെ ഒന്ന് തിരുമ്പാൻ വേണ്ടിയിട്ട് താഴെ കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ അതും കൂടി ചെയ്യാണ്. അപ്പോൾ ഇങ്ങനത്തെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ നമുക്ക് പിന്നെ അധികം പണി ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ക്ലീൻ ചെയ്യൽ, അതുപോലെ തന്നെ തിരുമ്പൽ, അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് വെച്ച് പെട്ടെന്ന് നമുക്ക് പണി കഴിഞ്ഞ പോലെയാണ് കേട്ടോ. അതുണ്ട് വെച്ചില്ല, നമുക്ക് പണി ഉണ്ട് എന്ന് വെച്ചിട്ട് ഇരിക്കാനുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ഈ പണികളൊക്കെ ചെയ്യുക, എന്നിട്ട് പിന്നെ കുക്കിങ്ങൊക്കെ കയറിയാലും മതി. ഉച്ചക്കുള്ള ഭക്ഷണമല്ലേ, അപ്പോൾ അത് കുറച്ച് നേരം വൈകിട്ടും മതി. അപ്പോൾ പിന്നെ ആദ്യം തന്നെ തന്നെയാണ് ഞാൻ ചെയ്യൽ കേട്ടോ. ദിവസം അങ്ങനെ തന്നെയാണ് എൻ്റെ പോവൽ. എന്താ വെച്ചാൽ ചായ കൂടി കഴിഞ്ഞാൽ അപ്പം പിന്നെ ഞാൻ മോളിൽ വന്ന് ക്ലീൻ ആക്കും കേട്ടോ. ക്ലീൻ ആക്കിയിട്ടാണ് ഞാൻ ബാക്കിയുള്ള പണിക്കൊക്കെ നിൽക്കുകയുള്ളൂ. അപ്പോൾ നമ്മളെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് കടയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോ. അപ്പോഴാണ് സിംബു പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കളിക്കാൻ, അവൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഞാൻ പോയി വരട്ടെ, അതും വരുവന് പുറത്തെല്ലാം കളിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അവൻ കരയുന്നുണ്ടായിരുന്നു കേട്ടോ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ പോയി വരട്ടെ, കുറച്ചും കൂടി അവൻ കളിക്കട്ടെ എന്ന്. അങ്ങനെ ഞാൻ പോവാൻ നിൽക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഗേറ്റ് തുറക്കാൻ പോകുമ്പോഴാണ് നമ്മളൊരു പുതിയൊരു അതിഥി കേട്ടോ. ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല, പക്ഷെ അങ്ങനെ നോക്കുമ്പം പുതിയൊരാൾ നമ്മളെ ഗേറ്റിൻ്റെ അവിടെ വന്നിരിക്കണം കേട്ടോ. നല്ല ഭംഗിയുണ്ട്, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പൂച്ചയാട്ടോ. പക്ഷേ ഇതിനെ സിംബു കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ വീഡിയോസ് എടുക്കാൻ പോയപ്പോൾ അവൻ കണ്ടാൽ പിന്നെ അവിടെ ഏത് പരിസരത്ത് പൂച്ചകളുള്ള എല്ലാത്തിനും ഓടിച്ച് കളയും കേട്ടോ. എനിക്കങ്ങനെ വേറൊരാൾ വരുന്നതേ ഇഷ്ടമില്ല. അങ്ങനെ അവൻ ആ പൂച്ചനെ ഓടിച്ച് കളഞ്ഞു. പിന്നെ നല്ല ഭംഗിയുള്ള പൂച്ചയായിരുന്നു കേട്ടോ, നല്ല ഭംഗി ക്യൂട്ടായിട്ടുള്ള ഒരു ആൺകുട്ടി പൂച്ചയായിരുന്നു. അപ്പോൾ പിന്നെ ഓനെ അങ്ങനെ അതിനെ അവിടുന്ന് കയറിയിട്ട് പേടിപ്പിച്ചിട്ട് അത് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കടയിലേക്ക് പോവുക കേട്ടോ.
അപ്പോൾ ഇതട്ടോ നമ്മൾ കടയിലോട്ട് പോകുമ്പോൾ നമ്മൾ ഓറഞ്ച് കുട്ടൻ വില്ലപ്പനാട്ടോ ഇവനാച്ചിൽ നമ്മളെ നാട്ടിലൊരു വില്ലൻ കുട്ടപ്പൻ തന്നെ എല്ലാവരായിട്ടും നല്ല അടിപിടിക്കലാണ് ഓൻ്റെ പണി കേട്ടോ. അപ്പോൾ ഓന് അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞാനിതാ പച്ചക്കറി കടയിൽ എത്തി. പക്ഷെ ഉണ്ടായത് എന്താണ് മേത്തിൻ്റെ ഇല ഇല്ലായിരുന്നു പച്ചക്കറി കടയിൽ, അവിടെ ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി നമുക്ക് മുട്ട വാങ്ങിയിട്ട് തിരിച്ചു പോവാം വീട്ടിലോട്ട്. അതുകൊണ്ട് നമുക്ക് മുട്ട റോസ്റ്റോ മുട്ടക്കറിയോ എന്തെങ്കിലും ഒന്ന് വെക്കാച്ചിട്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ വേറെ കടയിലേക്ക് പോയിട്ടോ. അപ്പോൾ ഇതാ മുട്ടയും കൂടി വാങ്ങിയിട്ട് നമ്മളിനി തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇനി വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞ പോലെ ഓറഞ്ച് കുട്ട എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഓറഞ്ച് പൂച്ച ഉണ്ട് കേട്ടോ. അവന് ഭയങ്കര വില്ലത്തരാണ്. അവന് സിംബുവിനെ ഭയങ്കര എന്താ പറഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്നു സിംബുവിനെ ആദ്യമൊക്കെ. ഇപ്പം അങ്ങനെ പേടിയില്ല കേട്ടോ. ആദ്യമൊക്കെ ഭയങ്കര ഒരു പേടിപ്പിക്കലായിരുന്നു അവന് പുറത്തിറങ്ങിയാലൊക്കെ. ഇപ്പോൾ രണ്ടാളും ഭയങ്കര കൂട്ടാണ്. എന്താണ് അവനെ ഒന്നും ചെയ്യത്തില്ല. പക്ഷെ വേറെ ഏത് പൂച്ചേനെ കണ്ടാലും അവൻ വിടൂല കേട്ടോ. പക്ഷെ സിംബുവിനെ കണ്ടാലിപ്പോൾ ഒന്ന് ഒച്ച വെക്കുമെന്നല്ലാണ്ട് ഒന്നും ചെയ്യൂല കേട്ടോ. ആദ്യം അങ്ങനെയല്ലായിരുന്നു. പെട്ടെന്ന് തല്ലൂട്ടത്തിന് രണ്ടാളും ഭയങ്കര തല്ലൂട്ടായിരുന്നു. ഇപ്പം നല്ല സുഹൃത്തുക്കളായിട്ടുണ്ട്. പക്ഷേ എനിക്കെന്ന് പറഞ്ഞാൽ എനിക്കും എൻ്റെ വീട്ടിലുള്ളവർക്കൊക്കെ പൂച്ചേനെ ഭയങ്കര ഇഷ്ടമാട്ടോ. എവിടുന്ന് ഒരു പൂച്ച വന്നാലും നമ്മൾ ഭക്ഷണം കൊടുക്കാണ്ട് വിടത്തില്ല. ഒരു പ്രാവശ്യം തന്നെ ഭക്ഷണം കൊടുത്ത് കണ്ടിച്ച് പിന്നെ അവരിങ്ങനെ വരൽ തുടങ്ങും കേട്ടോ ആ നേരത്തുമ്പോഴത്തേനും. അപ്പോൾ നമ്മൾ ഭക്ഷണം പൂച്ചകളെല്ലാം ഭക്ഷണം നമ്മൾ ഫ്രിഡ്ജിൽ കരുതല്ല കേട്ടോ. എന്നിട്ട് എല്ലാവർക്കും നമ്മൾ ഭക്ഷണം കൊടുത്തിട്ടേ വിടൂ. 3 നേരം അവർ വരും. പക്ഷെ നല്ലതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. എനിക്കും എൻ്റെ ഹസ്ബൻഡിനും എൻ്റെ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ് പൂച്ച എന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് നമ്മളെ വീട്ടിൽ പുറത്ത് കുറേ പൂച്ചകൾ ഭക്ഷണം കഴിക്കാൻ വരും. അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ പൂച്ച സിംബു കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മുട്ട ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ട്. എന്നിട്ട് ഉള്ളി അരിഞ്ഞിട്ട് ഞാൻ ഉള്ളി ഒന്ന് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ട് ഞാൻ ഉള്ളി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇനി നമുക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക. തക്കാളി ഒന്ന് അരിഞ്ഞിട്ട് അതും കൂടിയിട്ട് നമുക്ക് ഇനി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഈ കുറച്ച് ഇഞ്ചും വെളുത്തുള്ളിയും ഞാനൊന്ന് ചതച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നല്ലോണം ഒന്ന് കുറച്ച് ഇഞ്ചും കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ട് നല്ലോണം ഒന്ന് കുത്തിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇനി നമുക്ക് അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. തക്കാളി ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് ഇഞ്ചും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കവിടെ മൂടി വെക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് വെന്ത് വരുമ്പോൾ നമുക്കിനി ചപ്പാത്തിക്ക് കുഴച്ച് വെക്കാം കേട്ടോ. കുറച്ച് നേരം കുഴച്ച് വെച്ചാൽ നല്ല സോഫ്റ്റായിട്ട് ചപ്പാത്തി കിട്ടൂലേ. അപ്പോൾ ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. അതുപോലെ ഞാൻ സൺഫ്ലവർ ഓയിലാട്ടോ ഉപയോഗിക്കൽ. ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കലേ ഇല്ല. അതിലുണ്ടാക്കിയാലാണ് നല്ലൊരു സോഫ്റ്റ് കാണൽ കേട്ടോ. പിന്നെ അപ്പോൾ ഇതാ ആദ്യം ഞാൻ എടുത്തു വെച്ച കുഴച്ച് വെച്ച കുറച്ചൊരു ആട്ട ഉണ്ടായിരുന്നു കേട്ടോ. അതും കൂടി ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും കൂടി ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കി ഞാൻ അതുപോലെ തന്നെ ഞാൻ ബാക്കിയുള്ളത് നല്ലൊരു പാത്രത്തിലാക്കിയിട്ട് നല്ലോണം മൂടി വെച്ചാൽ പിന്നെ നമുക്ക് പിറ്റേ ദിവസം ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ അത് ഇനി പാത്രത്തിലാക്കിയിട്ട് ബാക്കിയുള്ളത് ഫ്രിഡ്ജിലേക്ക് മാറ്റുന്ന കേട്ടോ. അപ്പോൾ ഇതാ മൂടി തുറന്ന് നോക്കുമ്പോൾ നല്ലോണം ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് മഞ്ഞളും മുളകും അതുപോലെ കുറച്ച് മല്ലിയും അതുപോലെ തന്നെ ഗരം മസാലയും കൂടി കേട്ടോ ചേർക്കുന്നത്. എന്നിട്ട് പിന്നെ നല്ലോണം ഇളക്കിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാൻ ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മൂടി വെക്കട്ടെ കേട്ടോ. എന്നാലും ഒന്നും കൂടി ഒന്ന് നല്ലോണം വെന്ത് വരണേ. ഇവിടെ നല്ല ഇങ്ങനെ മുട്ട റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നല്ലോണം വെന്ത് വരണം, എന്നാലാണ് ഇവർക്കൊക്കെ ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇതാ മുട്ട നല്ലോണം വെന്തിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ കുറച്ചൊന്ന് കട്ടിട്ട് കൊടുത്തതാട്ടോ മുട്ടക്ക്. അതും കൂടി നമുക്ക് ഇനി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നല്ലോണം മൂടി വെക്കട്ടെ. അപ്പോൾ ഒന്ന് സെറ്റായി വരട്ടെ കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് ചപ്പാത്തിയൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്നത്. ഞാൻ എപ്പോഴും കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടാട്ടോ ചപ്പാത്തി പരത്തലും കുഴക്കലും എല്ലാം കേട്ടോ. അപ്പോഴാണ് അത് നല്ല സെറ്റായിട്ട് വരുള്ളൂ. അപ്പോൾ ഇതാ ഞാൻ ചപ്പാത്തി ഞാൻ പരത്തി വെക്കുന്നില്ല. ഞാൻ ഓരോന്ന് പരത്തിയിട്ട് ചൂടുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് പരത്തിയിട്ട് ചൂടട്ടെ കേട്ടോ.
ഞാൻ ചപ്പാത്തി ചുടുമ്പോൾ എപ്പോഴും സൺഫ്ലവർ ഓയിലാട്ടോ ഞാൻ ഉപയോഗിക്കാറ്. ഞാൻ വെളിച്ചെണ്ണയിൽ ഒട്ടും ഉണ്ടാക്കാറില്ല കേട്ടോ. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിക്കാറ്. കുറച്ച് മാത്രമാണ് ഞാൻ പരട്ടി കൊടുക്കാറുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതാ ഒരു ചപ്പാത്തി വെന്തിട്ട് പിന്നെ ഞാൻ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ടിട്ട് രണ്ട് ഭാഗം ഞാൻ അങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കും കേട്ടോ. എന്നാൽ എല്ലാ ഭാഗത്തും അടിപൊളിയായിട്ട് വെന്ത് വരികയും ചെയ്യും ചപ്പാത്തി. അപ്പോൾ പിന്നെ ഇങ്ങനെ എല്ലാ ചപ്പാത്തി ഇങ്ങനെ തന്നെയാണ് ഞാൻ ചുട്ടെടുക്കൽ കേട്ടോ. രണ്ട് ഭാഗം വെന്താൽ പിന്നെ ഞാൻ ഓരോ ചപ്പാത്തി ഇട്ടിട്ട് അത് നല്ലോണം ഒന്ന് ഇതാക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ നല്ലോണം വെന്ത് വരും. അപ്പോൾ ചപ്പാത്തിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കറിയും റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ ഇതാ അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് തുണി ഉണ്ടായിരുന്നു, അത് ഞാൻ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മെഷീനിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ മെഷീനിൽ ഞാൻ തുണിയൊക്കെ ഇട്ട് വാഷ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം ഒന്ന് മോളിൽ പോയി നിൽക്കട്ടെ എന്ന് കേട്ടോ. അങ്ങനെ മോളിൽ കയറി നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ നമ്മൾ ആകാശം കാണാൻ. എന്താ വെച്ചാൽ ഇപ്പോൾ മഴ കുറഞ്ഞിട്ടുണ്ട്, നല്ലൊരു വെയിലുള്ള ദിവസമായിരുന്നു കേട്ടോ. അതുകൊണ്ട് എന്ത് ഭംഗിയാണോ അങ്ങനെ കാണാനും. ആകാശം നോക്കുമ്പോൾ തന്നെ നല്ലൊരു നീല കളറും അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന് ഞാൻ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ ബാൽക്കണിയാണ് കേട്ടോ അത്. ബാൽക്കണി വന്ന് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ ഞാൻ താഴേക്ക് പോയിട്ടോ. എന്താ വെച്ചാൽ നമുക്ക് കുക്കിംഗ് ചെയ്ത പാത്രങ്ങളും ഗ്യാസും ഒക്കെ ഒന്ന് ക്ലീൻ ആക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാം ഗ്യാസിൻ്റെ മുകളിൽ നിന്ന് ഞാൻ എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കണം. പാത്രം കൂടി എല്ലാം കഴുകി വെക്കണം. അപ്പോൾ കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ആക്കിയിടണം കേട്ടോ. അപ്പോൾ ഗ്യാസിൻ്റെ മുകളിലത്തെ മൂടിയൊന്നും ഞാൻ ദിവസം അങ്ങനെ ഞാൻ സോപ്പിട്ടിട്ട് അങ്ങനെ കഴുകലില്ല കേട്ടോ. എനിക്ക് തോന്നുകയാണ് അതിൽ നെയ്യ് പറ്റിയിട്ടുണ്ട് പിന്നെ അങ്ങനെയൊക്കെ തോന്നി വെച്ചില്ലാണ് ഞാൻ അയച്ചിട്ട് കഴുകലുള്ളൂ. അല്ലെങ്കിൽ ഞാൻ നല്ലോണം ഒന്ന് തുടച്ചെടുക്കലാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇപ്പോൾ ഇന്ന് കഴുകേണ്ട ദിവസമായിട്ടുണ്ട്. ഞാൻ 3-4 ദിവസമായിട്ടുണ്ട് ഇങ്ങനെ സോപ്പിട്ട് കഴുകിയിട്ട്. അപ്പോൾ ഇതാ നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ എന്താ പറയുക കംഫർട്ടാട്ടോ. അത് കംഫർട്ട് ഇട്ടിട്ട് ഞാൻ ടേബിൾ തുടക്കുള്ളൂ. എന്താ വെച്ചാൽ നല്ലൊരു അടിപൊളി മണമായിരിക്കും. അപ്പോൾ പിന്നെ എനിക്ക് കുറച്ച് ചവിട്ടി ഉണ്ടായിരുന്നു, അത് ഞാനൊന്ന് സോപ്പും പൊടി ഇട്ട് വെച്ചതാട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ ഉള്ളിൽ കയറിയിട്ട് പിന്നെ ഞാനപ്പോൾ അകത്ത് ലൈറ്റ് ഇടാൻ പോയതാട്ടോ. അപ്പോൾ നോക്കുമ്പോഴാണ് ഭയങ്കര ഒച്ച കേൾക്കുന്നത്. അപ്പോൾ ഞാൻ പുറത്തിറങ്ങി നോക്കുമ്പോഴാണ് നമ്മൾ ഈ ഓറഞ്ച് കൂട്ടനും സിമ്പും കൂടിയിട്ട് ഭയങ്കര പ്രശ്നത്തിലാട്ടോ. ഭയങ്കര ഇപ്പം തല്ലും എന്ന് പറഞ്ഞിട്ട് ഇവർ നിൽക്കുന്നതാണ്. അപ്പോൾ ഞാൻ രണ്ടാളും സോൾവ് ചെയ്തു. തല്ലൂല അങ്ങനെ ഒച്ച വെക്കും, ഭയങ്കരമായിട്ട് ഒച്ച വെക്കും കേട്ടോ. അപ്പോൾ അമ്മ വിചാരിക്കും അവർ തല്ലു കൂടുന്നതാണ്, പക്ഷേ വാലെല്ലാം ആട്ടിയിട്ട് ഭയങ്കര പ്രശ്നക്കാരാണ് ഇവർ. അപ്പോൾ ഞാൻ രണ്ടാളെയും ഒന്ന് എന്താ പറയുക ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ സിംബു ഒന്ന് കാമായിട്ടുണ്ടായി. മറ്റേ ഓറഞ്ച് കുട്ടനെ ഒന്ന് പറഞ്ഞയച്ച് നോക്കുമ്പോൾ സിംബുവിന് സമാധാനമായിട്ടുണ്ട്. അപ്പോൾ ഓന് ഉള്ളിൽ കയറിയിട്ടോ. അപ്പോൾ ഞാനിതാ വൈകുന്നേരത്തെ ലൈറ്റൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പുറത്തെ ലൈറ്റും അതുപോലെ അകത്തെ ലൈറ്റും കൂടിയിട്ട് ഇട്ട് കൊടുത്ത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി മഗ്‌രിബ് ബാങ്കെല്ലാം കൊടുക്കാൻ ടൈമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു പണിയെല്ലാം കഴിഞ്ഞതല്ലേ, ഒന്ന് മുകളിലൊക്കെ ഒന്ന് പോയി തുണിയൊക്കെ ഉണ്ടായിരുന്നു ഉണങ്ങിയത് അതൊക്കെ ഒന്ന് എടുത്ത് കൊണ്ടുവരട്ടേന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ. നല്ല രസമാട്ടോ, കിളികളും ഒച്ചയും എല്ലാം കേട്ടിട്ടും ഒക്കെ നമുക്കിവിടെ നിൽക്കാൻ ഭയങ്കര രസമാണ്. പക്ഷെ അധികം നിൽക്കാനുള്ള നേരമൊന്നും കിട്ടിയില്ല കേട്ടോ, ബാങ്ക് കൊടുക്കാനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ വീഡിയോസ് നമ്മളിവിടെ വെച്ച് നിർത്തുകയാണ്. നമ്മളിനി അടുത്ത വീഡിയോ ഇട്ട് തിരിച്ചു വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അപ്പോൾ തന്നെ എന്നെ സപ്പോർട്ടും ചെയ്യാനും മറക്കരുത്. അപ്പോൾ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. കമൻറ്റ് കൂടി അയക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.